വിജയദശമി ദിനത്തിൽ അറിവിന്റെ ഹരിശ്രീ കുറിക്കുന്നു കുരുന്നുകൾ. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്കാണ്. സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്രമുഖരുടെ നേതൃത്വത്തിൽ എഴുത്തിനിരുത്ത് പുരോഗമിക്കുന്നുണ്ട്. തുഞ്ചൻ പറമ്പിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞൂടെ റിപ്പോർട്ട് കാണാം. തിരൂർ തുഞ്ചൻപറമ്പിൽ വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോഴും തുടരുകയാണ്. വലിയ തരത്തിലുള്ള ഒരു ജനത്തിരക്കാണ് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നത്. രണ്ടു മണ്ഡപങ്ങളിൽ, പ്രധാനമായും സരസ്വതി മണ്ഡപത്തിലും കൃഷ്ണശിലാ മണ്ഡപത്തിലുമായാണ് എഴുത്തിരുത്ത് നടത്തുന്നത്. സരസ്വതി മണ്ഡപത്തിൽ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിലും കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലുമാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കം നിരവധി പേരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകാനായി ഭാഷാപിതാവിന്റെ മണ്ണിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഏതാണ്ട് 10,000-ഓളം കുരുന്നുകൾ ഇവിടെ ഇന്ന് ആദ്യാക്ഷരം നുകരാൻ എത്തും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ, തുഞ്ചൻ ട്രസ്റ്റ് ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വലിയൊരു തിരക്ക് തന്നെ നമുക്ക് പലപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഓൺലൈൻ രജിസ്ട്രേഷനോ മറ്റുമില്ല, നേരിട്ട് വന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ കൃത്യമായി ഇവിടെ വരാനും അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് തന്നെ എഴുത്തിനിരുത്തിപ്പിക്കാനും ഒക്കെയുള്ള സൗകര്യവും സംവിധാനവും എല്ലാം തന്നെ ഇവിടെ തുഞ്ചൻ ട്രസ്റ്റ് ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ തിരക്കാണെങ്കിലും അതിനെല്ലാം തന്നെ കൺട്രോൾ ചെയ്ത് അവർക്ക് കൃത്യമായ രീതിയിലുള്ള സംവിധാനം ഇവിടെ തുഞ്ചൻ ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. പുലർച്ചെ ഏതാണ്ട് 5 മണിയോട് കൂടി തുടങ്ങിയതാണ് വിദ്യാരംഭ ചടങ്ങുകൾ. അത് ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഇപ്പോഴും അത് 10:30 അടുക്കുന്നു. ഇപ്പോഴും തിരക്ക് തന്നെയാണ് നമുക്ക് ഈ മണ്ഡപങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്. അതിലൊരു പ്രധാന കാരണം നമുക്കറിയാവുന്നതുപോലെ ഇത് തുഞ്ചന്റെ മണ്ണാണ്. എവിടെ നിന്ന് കുഞ്ഞിന് ആദ്യാക്ഷരം നുകർന്നു നൽകൂ എന്ന ചോദ്യത്തിന് ആദ്യം ഓരോ മാതാപിതാക്കളുടെയും മനസ്സിൽ വരുന്ന പേരാണ് ഭാഷാപിതാവിന്റെ മണ്ണ്, തുഞ്ചന്റെ മണ്ണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തുഞ്ചൻ പറമ്പിനെ തിരഞ്ഞെടുക്കുന്നതും. ഇവിടെ 2 മണ്ഡപങ്ങളിൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 മണ്ഡപങ്ങളിലാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ സരസ്വതി മണ്ഡപത്തിൽ പ്രമുഖരായ സാഹിത്യകാരന്മാരാണ് ഈ എഴുത്തിനിരുത്തിന് നേതൃത്വം നൽകുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് നമ്മൾ നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ, മണമ്പൂർ രാജമാബു സാർ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ഒരു തുഞ്ചൻ പറമ്പ് എന്ന് പറയുമ്പോൾ അത് ജാതി മത ഭേദമന്യേ എല്ലാ ആളുകൾക്കും അവരുടെ മക്കളുമായി എത്തി ആദ്യാക്ഷരം നുകരാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് MT വാസുദേവൻ നായരെയാണ്. ഈ തുഞ്ചൻ പറമ്പാക്കി മാറ്റിയ മഹത് വ്യക്തി. അദ്ദേഹം വിട പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വിദ്യാരംഭ ചടങ്ങ് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മൺമറഞ്ഞു പോയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകൾ എപ്പോഴും ഇവിടെ ഈ തുഞ്ചൻ പറമ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്